എവിടെ ചെന്നാലും അസ്ഹർ ഒരു പടി മുമ്പിലായിരിക്കും. നമ്മൾ വന്ന പാടെ തന്നെ അവിടെ എന്തോ ഒരു സെക്ഷൻ നടക്കുന്നുണ്ട്. ഡോക്ടർമാർ ഇരുന്നിട്ട് ആ വിഷയത്തിലൊക്കെ വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റെല്ലാ സ്റ്റോറുകളിൽ നിന്നും അസ്ഹറിന്റെ സ്റ്റോറിനെ വ്യത്യസ്തമാക്കുന്നത് വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് കുറഞ്ഞ നിരക്കിലാണ് കിതാബുകളൊക്കെ ഇവിടെ സെല്ല് ചെയ്യുന്നത്. ഇസ്ലാമിക് കൃതികൾ കിട്ടുന്നതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ ആണ് കൈറോ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്ലാമിക് കിതാബ് മാത്രമേ കിട്ടൂ എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി. ഞാനിപ്പോൾ പോയിക്കൊണ്ട് ഹാള് 3ലേക്കാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മിസ്രല്ലാത്ത പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ ഒരു സെക്ഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ദുബായ്, അതുപോലെ തന്നെ ഖത്തർ, ഒമാൻ, അങ്ങനെ ഒരുപാട് രാജ്യത്തുള്ള ആളുകളുണ്ട്. അവരൊക്കെ വന്നിട്ട് അവരുടെ രാജ്യത്ത് ചെയ്യാൻ പറ്റിയ സാധ്യതകൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ജോലികൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് സെക്ഷനുകൾ, പുസ്തകങ്ങൾ, അവിടെ പബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വന്നാൽ കാണാൻ പറ്റും. 1 മണിക്കൂറിലപ്പുറം നമുക്ക് ഏതാണ്ട് ഒരൊറ്റ ഹാൾ തന്നെ കണ്ടു തീർക്കാൻ സമയം എടുത്തെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് തന്നെ അത് കണ്ടു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. പിന്നെ നമ്മൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അടുത്ത ഏതോ ഒരു സ്ഥലം തപ്പി അവസാനം നമ്മൾ എത്തിപ്പെട്ടത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കിട്ടുന്ന സെക്ഷനിലാണ്. പുതിയ പുസ്തകങ്ങളുണ്ട്, പഴയ പുസ്തകങ്ങളുണ്ട്, നോവലുകളുണ്ട്, അതുപോലെ തന്നെ എസ്സേകളുണ്ട്. അങ്ങനെ ഒരുപാട് സെക്ഷനുകളിലും അതും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ മറ്റൊരു സെക്ഷനിൽ പോയ സമയത്ത് കാണാൻ പറ്റിയത് ചെറിയ മക്കൾക്കുള്ള ഒരുപാട് പുസ്തകങ്ങളാണ് കേട്ടോ. മാഷാ അല്ലാഹ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയാണ്. ഈജിപ്തിൽ ആരെങ്കിലും ഇപ്പം ഉണ്ടെങ്കിൽ നിലവിൽ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. എല്ലാവരും മാക്സിമം വന്ന് വിസിറ്റ് ചെയ്യുക, അടിപൊളിയാക്കുക. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.